കലൂരിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് GCDA. ജാഗ്രതാക്കുറവുണ്ടായെന്നും അനുമതി വാങ്ങുന്നതിൽ സംഘാടകർ വീഴ്ച വരുത്തിയെന്നും ചെയർമാൻ ചന്ദ്രൻപിള്ള പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യും. സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ഉന്നത ഇടപെടൽ ഉണ്ടായെന്നാണ് സംശയം. ചന്ദ്രൻപിള്ളയ്ക്കെതിരെ പ്രതിഷേധവുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലുള്ള ഉമാ തോമസ് MLAയുടെ വെന്റിലേറ്റർ സഹായം നീക്കി. അത്യാഹിത വിഭാഗത്തിലെ ചികിത്സ തുടരുകയും ചെയ്യും. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ആദ്യം പ്രതീക്ഷ നൽകുന്ന വാർത്തയിലേക്കാണ്. ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. വെന്റിലേറ്റർ നീക്കിയ ദിവസം കൂടിയാണ്. എന്താണ് ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും? ലേബി. മൃതി ആശുപത്രിയിൽ നിന്ന് ഏറ്റവും നല്ല വാർത്ത തന്നെയാണ് വരുന്നത്. ഉമാ തോമസിന്റെ ആരോഗ്യനില നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വെന്റിലേറ്റർ സഹായം പൂർണ്ണമായും മാറ്റി. ശ്വാസ സംബന്ധമായ കാര്യങ്ങളെല്ലാം തൃപ്തികരമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വെന്റിലേറ്ററിന്റെ സഹായം പൂർണ്ണമായും മാറ്റിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതുപോലെ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനവും സാധാരണ നിലയിൽ തന്നെയാണ്. എങ്കിലും ഗുരുതരാവസ്ഥ മറികടന്നു എന്ന് പൂർണ്ണമായും പറയാറായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും അത്യാഹിത വിഭാഗത്തിൽ ഇപ്പോൾ തുടരുകയാണ്. അതിനുശേഷം ആരോഗ്യ നിലയിലെ പുരോഗതി അനുസരിച്ച് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റും. ഏതായാലും വളരെ ആശ്വാസകരമായ, ആശാവഹമായ, സമാധാനമുള്ള വാർത്ത തന്നെയാണ് എറണാകുളം റിനൈ മെഡിസിറ്റിയിൽ നിന്ന് വരുന്നത്. സ്മൃതി, ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യം GCDAയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണല്ലോ. അപ്പോൾ GCDA ഇക്കാര്യത്തിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്ന് പറയുന്നു. GCDAയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്നാണ് നേരത്തെ വരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വീഴ്ച സമ്മതിക്കേണ്ടി വന്നൊരു ദിവസം കൂടിയല്ലേ? സ്മൃതി, ആദ്യമായാണ് GCDA ഈ വിഷയത്തിൽ ഒരു കുറ്റസമ്മതം നടത്തുന്നത്. തുടക്കം മുതൽ തന്നെ സംഘാടനത്തിൽ പിഴവുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം GCDAയിൽ ചേരുന്നതിന് തൊട്ട് മുമ്പ് പോലും സംഘാടനത്തിൽ പിഴവില്ല എന്നുള്ള രീതിയിലായിരുന്നു GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പ്രതികരിച്ചത്. എന്നാൽ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം കൃത്യമായ നിലപാട് ആദ്യമായി GCDAയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ആ കൃത്യമായ നിലപാട് എന്ന് പറയുമ്പോഴും അതിൽ എക്സിക്യൂട്ടീവ് യോഗത്തിലെ ചർച്ചയെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം. അതായത് സ്വാഭാവികമായും ഈ കേസ്, ഈ സംഭവങ്ങൾ, ഈ കേസ് എല്ലാം വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു സമ്മർദ്ദാവസ്ഥയും ഉണ്ടായിരിക്കണം. രാവിലെ അത് മാത്രമല്ല, GCDAയുടെ യോഗം തുടങ്ങുന്നത് 10:30, ഒരു 15 മിനിറ്റിന് ശേഷം യോഗം നടക്കുന്ന ഹാളിനുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറുന്നു, ഉപരോധം തീർക്കുന്നു, പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 9 പേരെയും നീക്കം ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു 1:45 കൂടിയാണ് യോഗം അവസാനിക്കുന്നത്. ആ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതായത് കുറ്റസമ്മതം നടത്തുന്നു, വീഴ്ചയുണ്ടായി, ജാഗ്രതക്കുറവുണ്ടായി. അതുപോലെ തന്നെ GCDAയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുന്നു. ഒപ്പം സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ ലഭിക്കും. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാലുടൻ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യവും GCDA ചെയർമാൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. സ്മൃതി, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.